അങ്ങനെ നമുക്ക് ഓഗസ്റ്റ് 13 പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കണം, വളരെ കുറച്ച് ദിവസം മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. സോ മക്കളെ, നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ 3500 ഗ്രാം, 2.5 കിലോമീറ്റർ എന്നിങ്ങനെ രണ്ടാൾക്കാരുണ്ട് അല്ലെ. ഇവയുടെ മൂല്യത്തിൽ വ്യത്യാസം വരാതെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ SI യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പൊ എന്താണ്, ആരുടെ SI യൂണിറ്റ് നമുക്ക് നോക്കാം. 3500 ഗ്രാം എന്ന് പറയുമ്പോൾ മാസിനെയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. മാസിന്റെ ഒരു യൂണിറ്റ് ആണ് ഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ SI യൂണിറ്റിലേക്ക് മാറ്റണം, അതായത് കിലോഗ്രാമിലേക്ക് മാറ്റണം. ഗ്രാമിനെ എങ്ങനെയാ കിലോഗ്രാമിലേക്ക് മാറ്റുക? അതിന് അവർ തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1000 കൊണ്ടാണ് ഇവരെ ഗുണിക്കലും ഹരിക്കലും ഒക്കെ. പക്ഷെ എന്താണ് ഹരിക്കുക, ആരെയാണ് ഗുണിക്കുക, അങ്ങനത്തെ നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലെ. അപ്പൊ അതിന് മനസ്സിലാക്കണം, ഗ്രാം ആണ് ചെറുത് അല്ലെ. ആരാ വലുത് ഈ കൂട്ടത്തില്? കിലോഗ്രാം ആണ് വലുത്. അപ്പോൾ ചെറുതിനെ വലുതിലേക്ക് മാറ്റുമ്പോൾ എപ്പോഴും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ വലുതിനെ നമ്മൾ ചെറുതിലേക്കാണ് മാറ്റാൻ പറഞ്ഞെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഗുണിച്ചു കൊടുക്കണം. സോ ഇവിടെ 1000 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 1000 കൊണ്ട് ഹരിച്ചു കൊടുക്കണം. സോ ഹിയർ വി ഹാവ് 3500 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 1000 കൊണ്ട് ഹരിച്ചു കൊടുക്കണം. സോ 3500 ഡിവൈഡഡ് ബൈ 1000, 0 കട്ട് ചെയ്യുമ്പോൾ 35 ഡിവൈഡഡ് ബൈ 10 അല്ലെ. നമ്മൾ ഇങ്ങനെ ഹരിക്കുമ്പോൾ അതിൽ എത്ര 0 ഉണ്ട്? 1 0 ഉണ്ട് അല്ലെ. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരൊറ്റ നമ്പർ വരുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പൊ 3.5 കിലോഗ്രാം ആണ് ഇവിടെയുള്ള ആൻസർ വരിക. സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് ആണ് 2.5 കിലോമീറ്ററിന് എങ്ങോട്ട് മാറ്റണം? അതിന്റെ SI യൂണിറ്റിലേക്ക് മാറ്റണം. കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നീളത്തിന്റെ യൂണിറ്റ് ആണ്. നീളത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. സോ 2.5 കിലോമീറ്ററിന് മീറ്ററിലേക്ക് മാറ്റണം. കിലോമീറ്റർ മീറ്റർ തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. 1000 മീറ്ററിനെയാണ് നമ്മൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. യൂണിറ്റുകൾ എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്പർ എഴുതി കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ യൂണിറ്റ് എഴുതാൻ കേട്ടോ. ഇനി ഇതിൽ ആരാ ചെറുത്, ആരാ വലുത്? ഇതാണ് ചെറുത്, ഇതാണ് ചെറുത്. ആരാ വലുത്? ഇതാണ് ബിഗ്. അപ്പോ ചെറുതിനെ വലുതിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. വലുതിനെ ചെറുതിലേക്കാണെങ്കിലോ ഇൻഡു ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ 1000 ആണല്ലേ ഇവർ തമ്മിലുള്ള ബന്ധം. അപ്പൊ ആ ബന്ധങ്ങളെ കൊണ്ടാണ് ഗുണിക്കലും ഹരിക്കലും ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? 2.5 കിലോമീറ്റർ ആണ് അല്ലെ. 2.5 കിലോമീറ്ററിനെ അതിന്റെ SI യൂണിറ്റിലേക്ക് മാറ്റണം. 2.5 കിലോമീറ്ററിനെ അതിന്റെ SI യൂണിറ്റിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ മാറ്റേണ്ടത്? നമ്മൾ ആ മീറ്ററിലേക്ക് മാറ്റണം. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റും. എന്താ ചെയ്യുക? ഇൻറ്റു 1000. 2.5 ഇൻറ്റു 1000 ചെയ്ത് കൊടുക്കുക അല്ലെ. ആദ്യം നമ്മൾ പോയിന്റ് ഒന്നും ഇല്ലാതെ ചെയ്ത് കൊടുക്കുക. 25 കഴിഞ്ഞിട്ട് 3 പൂജ്യം ഇട്ട് കൊടുക്കുക അല്ലെ. എന്നാൽ ആൻസറിൽ പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അല്ലെ ക്വസ്റ്റ്യനിൽ പോയിന്റ് ഉണ്ട്, അപ്പൊ ആൻസറിലും അത് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? ഇവിടെ ഒരൊറ്റ നമ്പർ, 5 എന്ന് പറഞ്ഞ ഒരൊറ്റ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരൊറ്റ നമ്പർ വന്നാൽ മതി. സോ നമ്മൾ എന്ത് കിട്ടും? 2500 അല്ലെ. അപ്പൊ 2500 പോയിന്റ് കഴിഞ്ഞിട്ട് 0 ഉണ്ട്. പോയിന്റ് കഴിഞ്ഞിട്ട് 0 നമ്മൾ അതിനെ കൂട്ടണ്ട അല്ലെ. 2500 മീറ്റർ ആണ് ഇവിടെയുള്ള ആൻസർ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് കൺവേർഷനുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ ചെയ്യാം. അടുത്ത ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ അവയുടെ ആരോഹണ ക്രമം, അസെൻഡിങ് ഓർഡർ, അതായത് ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതാനാണ്. അപ്പൊ നീളത്തിന്റെ ഒരുപാട് യൂണിറ്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. ഇതാണ് നമ്മളുടെ നീളത്തിന്റെ അല്ലേ നമ്മുടെ മാസിന്റെ ഒരുപാട് യൂണിറ്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഓർഡറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. മില്ലിഗ്രാം ചെറുത്, അത് കഴിഞ്ഞാൽ ഗ്രാം, പിന്നെ കിലോഗ്രാം, പിന്നെ ക്വിന്റൽ, ടണ്ണ്, അങ്ങനെയാണ് നമ്മുടെ മാസിന്റെ ഡിഫറെന്റ് യൂണിറ്റ്സ് കിടക്കുന്നത്. ഇതിൽ SI യൂണിറ്റ് ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? കിലോഗ്രാം ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഓർഡർ നമുക്ക് അറിയൂലേ? അറിയാം. ഇതിൽ ഏറ്റവും ചെറുതാരാ? ഇതാണ് ഒന്നാമത് വരുന്നത്. അതിനേക്കാൾ വലുതാരാ? ഇയാള് രണ്ടാമത് വരും. അതിനേക്കാൾ വലുതാരാ? ഇയാള് കിലോഗ്രാം വരും. ഏറ്റവും വലുത് ഈ കൂട്ടത്തിൽ ആരാന്ന് ചോദിച്ചാൽ അത് ഇയാളാണ്. അപ്പൊ 4ാമത്. അപ്പൊ അതാണ് ഇതിന്റെ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. ചെറുതിൽ നിന്നും വലുതിലേക്ക് വരുന്ന രീതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ അവയുടെ ആരോഹണക്രമം ചെറുതിൽ നിന്നും വലുതുന്ന രീതിയിൽ എഴുതാനാണ്. മില്ലിമീറ്റർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, സെന്റിമീറ്റർ, ഇതെന്താ സംഭവം? ബോധം കിടോ നിങ്ങള്? ഇതാണ് മൈക്രോമീറ്റർ.
നീളത്തിന്റെ ഡിഫറെന്റ് യൂണിറ്റ്സ് ഉണ്ട്. മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ ചെറിയ യൂണിറ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ മില്ലിമീറ്റർ, പിന്നെ സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അങ്ങനെ പോകും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഓർഡർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇത് ചെയ്യാട്ടോ, മര്യാദക്ക് ചെയ്യാ. ഏതാണ് വരിക? അതാ ഈ ഒരു ഓർഡർ ഇവിടെ ഉണ്ട്. സോ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാ. അപ്പൊ ആരും പേടിക്കേണ്ട, എക്സാം ഒക്കെ നമ്മൾ പുഷ്പം പോലെ എഴുതി തീർക്കും. നിങ്ങളെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. അത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്താണ്. സോ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യണം, ആരും മറക്കണം. ഓക്കെ, ബൈ.